ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവ ഈ ആക്രമണം നടത്തി ഒരു ചേച്ചിയെ അല്ലെങ്കിൽ രാധ എന്നൊരു യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും കടുവ ഈ സ്ഥലത്ത് കണ്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുവയെ കണ്ട ചേട്ടൻ നമുക്ക് ഉണ്ട്. ചേട്ടൻ്റെ പേര് എങ്ങനെയാണ്? ഷനുവജ്. എങ്ങനെ ചേട്ടാ കടുവയെ കണ്ടത്? കടുവേനെ ഞങ്ങളിവിടെ വന്നിട്ട് ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. എൻ്റെ കൂടെ വേറെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് ഒരാൾ പറഞ്ഞ് സ്ഥലം കണ്ട ബോഡി കൊണ്ടിട്ട സ്ഥലം അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഈ സംഭവ സ്ഥലമെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഈ ബോഡി വലിച്ചു കൊണ്ടുവന്ന പാട് നോക്കിയിട്ട് പോയതാണ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗർജനം കേട്ടു. അപ്പം ബേക്കിൽ വന്ന ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അത് കാര്യമാക്കിയില്ല. പിന്നെ നോക്കുമ്പോൾ ഒന്നും കൂടെ അതേപോലെ തന്നെ സൗണ്ട് കേട്ടു. അങ്ങനെ ആ സൗണ്ട് കേൾക്കലും മുമ്പിൽ നിന്ന് ഈ സാധനം എണീറ്റ് ഒറ്റ പോക്കാം. മുമ്പിൽ കിടക്കുമായിരുന്നു. ഞങ്ങളൊരു ജസ്റ്റ് ഒരു 10 മീറ്ററും കൂടെ പോയിരുന്നെങ്കിൽ നമ്മളതിനുള്ളിൽ പെട്ടേനെ. മുമ്പിൽ പോയ ചേട്ടൻ ഇട കടുവ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇതിലെ സൈഡിൽ കൂടെ റിട്ടേൺ ഓടിയപ്പോൾ ഞാൻ അവിടെ തന്നെ ആയിപ്പോയി. അങ്ങനെ നോക്കുമ്പോൾ മുമ്പിൽ നിന്ന് ഇങ്ങനെ പോയി. പിന്നെ ഞാൻ ഇവരുടെ പുറകെ തന്നെ ഓടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ താഴെ പിന്നെ ബോഡി പിടിച്ച സ്ഥലത്ത് നിന്ന് ചേച്ചിനെ പിടിച്ച സ്ഥലത്ത് എത്തുമ്പോൾ പോലീസുകാരുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അങ്ങനെ അവരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാന്ന് തോന്നുന്നു പിന്നെ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ച് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞു പിന്നെ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു വിട്ടു. പിന്നെ ആൾക്കാരെല്ലാം കൂടെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ വന്ന് ഇങ്ങനെ നിന്നത് ഞങ്ങൾ. ഇപ്പോഴേ ഈ ചേട്ടൻ ഈ ഇപ്പോൾ കടുവയെ കണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ രാധ എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ട സ്ഥലത്താണ്? കണ്ട സ്ഥലത്തല്ല, ഈ ബോഡി പിടിച്ച സ്ഥലത്തിൻ്റെയും ബോഡി കിടന്നതിൻ്റെയും രണ്ടിൻ്റെയും കൂടെ മധ്യഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇത് കിടക്കുമായിരുന്നു സംഭവം. ഞങ്ങൾ അടുത്ത് എത്തിയതുകൊണ്ട് ഇവിടുന്ന് ശരിക്കും ഇത് ചിലപ്പോൾ ഞങ്ങൾ സൗണ്ട് കേട്ടിട്ടായിരിക്കും ആ സൗണ്ട് കേൾപ്പിച്ചത് നമ്മളെ അവിടെ ഉണ്ടെന്നുള്ള. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തോട്ട് വരുന്നതിൻ്റെ അനുസരിച്ചാണ് അത് അവിടെ നിന്ന് എണീറ്റിട്ട് പോയത്. അത് കാപ്പിത്തോട്ടമാണോ അതോ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്? അങ്ങനെ ബോഡി കൊണ്ട് വെച്ച സ്ഥലം ഒരു വലിയൊരു മരം ഉണ്ട്, ഉണങ്ങി കിടക്കുന്നൊരു മരം. അതിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു അയാൾ. ബോഡി പകുതി മരത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. നിലത്ത് കിടക്കുന്ന മരം അങ്ങനെ വെച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഫുള്ള് ബ്ലഡും ഇതിൻ്റെ പാടൊക്കെ ഉണ്ട്, നല്ല വലുപ്പമുള്ള കാൽപ്പാടാണ്. അതെല്ലാം കണ്ടിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇത് നോക്കി പോയത്. അന്നേരമാണ് ഇതിനെ കണ്ടത്. അതിനടുത്തും കടുവ ഈ സമീപത്തുണ്ട്? അത് അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഉണ്ടോയെന്നറിയില്ല. ഞങ്ങൾ കണ്ടത് തൊട്ടടുത്തുനിന്നാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു 4 സ്റ്റെപ്പും കൂടെ വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ മുമ്പിൽ പെട്ടേനെ. അവിടെ നിന്ന് പിന്നെ ഓടി രക്ഷപ്പെടുക ചെയ്തത്. ഞങ്ങൾ 3 പേരും കൂടെ ഓടി അവിടെ നിന്ന്. അങ്ങനെ അവിടെ നിന്ന് പോയി ചെയ്തു. പിന്നെ അവിടെ വന്നിട്ട് താഴെ നിന്ന് പിന്നെ ഇവരോട് പറഞ്ഞു, പോലീസുകാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് മുകളിലോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചിട്ടാന്ന് തോന്നുന്നു ഫോറസ്റ്റുകാർ. പെട്ടെന്ന് തന്നെ എല്ലാവരും വന്നിരുന്നു. മുമ്പ് ഇവിടെ കടുവ കണ്ടിട്ടുണ്ട്? ഇവിടെ എൻ്റെ സ്ഥലം ഇതല്ല, ഈ ചേച്ചീൻ്റെ സ്വന്തം വീടിൻ്റെ അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളിത് അറിഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കയറി വന്നിട്ട് കണ്ടതാണ്. ആ ചേട്ടൻ വിവരിക്കുന്നത്, ആ ചേട്ടൻ നേരിട്ട് ഒരു 10 മീറ്ററിനുള്ളിൽ കടുവയെ കണ്ട മനുഷ്യനാണ്. കടുവയെ കണ്ടിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂർ മാത്രമേ ആകുന്നുള്ളൂ. അത് വനത്തിനുള്ളിലാണ്. അതായത് ഈ പറയുന്ന ഈ രാധ എന്ന സ്ത്രീയെ കടുവ പിടിച്ചുകൊണ്ട് പോയി പിന്നെ മൃതദേഹം കണ്ട സ്ഥലത്തിനും കടുവ പിടിച്ച സ്ഥലത്തിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ പറയുന്ന ഈ ചേട്ടൻ കടുവയെ കണ്ടിട്ടുള്ളത്. 3 പേരുണ്ടായിരുന്നു. 3 പേരും കടുവയെ കണ്ടു. അവരവിടുന്ന് ഭയന്ന് ഓടി തിരികെ വന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടുവ ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. കൂട് വയ്ക്കുന്നത് ഇതിനോട് അടുത്ത സ്ഥലങ്ങളാണ്, അത് കുറച്ചുകൂടി ഉൾക്കാട്ടിലേക്ക് കയറ്റി വെക്കേണ്ട സ്ഥിതിയുണ്ടോ? അങ്ങനെ പിടിക്കുമോ അതോ ജനവാസ മേഖലയിൽ മാത്രമാണോ ഈ കൂട് വയ്ക്കുക? പക്ഷേ കൂട് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. അപ്പോൾ കൂട് വാഹനത്തിനെത്താൻ കഴിയുന്നൊരു പരമാവധി സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അതിനിപ്പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെയാണ് ഇത് കൂട് സ്ഥാപിക്കുക എന്ന കാര്യത്തിൽ വ്യക്തത ഇപ്പോൾ പൂർണ്ണമായും നമുക്ക് കൈവന്നിട്ടില്ല. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ എത്തി അവരടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചാൽ എത്രമാത്രം കടുവയെ കണ്ടെത്താൻ കഴിയും എന്നതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തി ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. RRT സംഘമുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത്, അതായത് ഈ രാധയുടെ മൃതദേഹം കണ്ട സ്ഥലത്തും രാധയെ പിടിച്ച സ്ഥലത്തും ഒക്കെ തന്നെയായിട്ടുള്ള പരിശോധന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നു. ഏതായാലും എത്രയും പെട്ടെന്ന് കടുവയെ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ കടുവയെ പിടികൂടുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ആ ദൗത്യത്തിലേക്ക് നീങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. ഈ പ്രദേശത്ത് അവർ പരിശോധന നടത്തുന്നുണ്ട്. ഇതിപ്പോൾ
ഇതാണ് ഈ സ്ഥലം. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു കാപ്പിത്തോട്ടമാണെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലമാണ് വനമേഖല. ആ വനമേഖലയിലാണ് അവരുടെ മൃതദേഹം, ഈ പറയുന്ന രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം ഇവിടെ നിന്ന് തൊട്ടടുത്താണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമുക്കറിയാം പോലീസും ഒക്കെ ഇവിടെ എത്തി ആ സ്ഥലം സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് വനത്തോട് ചേർന്നൊരു സ്ഥലമാണ്, അതായത് വനം തന്നെയാണ്, ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും വിശദമായ പരിശോധന തിരിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ സമീപത്തുണ്ടാകുന്ന പോലത്തെ ഒരു അതെ അത്ര സ്ഥലമാണ്, കവുങ്ങത്തോട്ടവും ഒക്കെ ചേർന്നുള്ള സ്ഥലമാണ്. ഒരു സ്ഥലമാണ്. ഫെലിക്സ്, ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് ഫെലിക്സിലേക്ക് വരാം.